കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചന ധ്യാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം എന്നോട് ക്രൂരത ചെയ്തു, ദൈവം എന്നെ മുറിവേൽപ്പിച്ചു, ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് ചിലരുടെ വേർപാടുകളിൽ, ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അങ്ങനെ പറയുന്ന വിശ്വാസികൾ പോലുമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ അവർ ദൈവവചനം അറിയാവുന്നവരാണെന്നും വലിയ പ്രത്യാശയുള്ളവരാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അപ്രകാരമുള്ളതായ സന്ദർഭങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതിനോട് പ്രതികരിക്കുന്ന ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇന്ന് നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യം ധ്യാനിക്കുകയാണ്. നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. തൻ്റെ പ്രിയതമൻ്റെ ഡെഡ് ബോഡി അടങ്ങുന്നതായ ആ ശവമഞ്ചം ബഹ്റൈൻ തുറമുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പെൺകുട്ടി തൻ്റെ 5 വയസ്സുകാരനായ മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തുറമുഖത്ത് കാത്തു നിൽക്കുകയാണ്. ബാർബര കിസർ എന്നാണ് അവളുടെ പേര്. അവളുടെ ഭർത്താവായിരിക്കുന്നതായി കിസർ അമേരിക്കൻ പട്ടാളത്തിലെ പടക്കപ്പലായിരിക്കുന്ന സ്റ്റാർക്കിലെ ഒരു യുവ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ധീരനായ ആ സൈനികൻ്റെ ഭാര്യയായി വളരെ വർഷങ്ങൾ കഴിയുവാൻ അവൾക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. ഭക്തനായ കിസർ ഇറാഖിൻ്റെ ആ കപ്പലിൽ നിന്ന് വന്നതായ മിസൈൽ ഉപയോഗിച്ച് ആ പടക്കപ്പലിനെ തകർത്തപ്പോൾ 37 സൈനികർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട കൂട്ടത്തിൽ കിസർ എന്നതായ യുവ സൈനികനുമുണ്ടായിരുന്നു. ബഹ്റൈൻ തുറമുഖത്തേക്ക് ഈ 37 പേരുടെയും ഡെഡ് ബോഡി അടങ്ങിയതായ ആ പേടകം അമേരിക്കൻ പതാക പുതപ്പിച്ച് ആ കറുത്ത പെട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അത് വിമാനത്താവളത്തിലേക്ക് പോകുന്നത് കാണുവാൻ അനേക ആളുകൾ ദുഃഖസൂചകമായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമ്പോൾ, ഇതാ കറുത്ത വസ്ത്രങ്ങൾ അണിയാതെ മാന്തളിർ നിറമുള്ളതായ വസ്ത്രവും അണിഞ്ഞ് തൻ്റെ 5 വയസ്സുകാരനെ ചേർത്ത് പിടിച്ച് സുസ്മേരവദനയായി ഒരു പെൺകുട്ടി തുറമുഖത്ത് നിൽക്കുകയാണ്. കണ്ടവർക്കെല്ലാം അത്ഭുതമായി. തൻ്റെ പ്രിയതമൻ്റെ പേടകം കണ്ടപ്പോൾ അവൾ പറഞ്ഞതായ വാക്കുകൾ എങ്ങനെയായിരുന്നു: വിലപിക്കേണ്ടതായ ഒരു കാര്യവുമില്ല, വ്യസനിക്കേണ്ടതായ കാര്യമില്ല, ദൈവത്തിന് ഒരിക്കലും പിശക് പറ്റുകയില്ല, ഞാനതിൽ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയതമൻ പോയിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കലേക്കാണല്ലോ, പിന്നെന്തിന് ഞാൻ ദുഃഖിക്കണം? പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോലും ഇതുപോലെ ഇപ്രകാരമുള്ളതായ സാഹചര്യങ്ങളിൽ പ്രതികരിക്കുവാൻ കഴിയുമോ? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ളതായ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ഈ ലോകത്തുള്ളതായ മറ്റുള്ള ആളുകളെല്ലാം മരണം കൊണ്ട് സകലവും അവസാനിക്കും എന്ന് കരുതുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ വ്യത്യസ്തതയുള്ളവരാണ്. വരുവാൻ പോകുന്നതായ ഒരു വ്യക്തിയെയോ സംഭവിക്കുവാൻ പോകുന്നതായ ഒരു സംഭവത്തെയോ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? യേശു ക്രിസ്തു വരുവാൻ പോകുന്നു. യേശുവിനോടൊപ്പം ക്രിസ്തുവിൽ മരിച്ചവർ എല്ലാവരും പ്രത്യക്ഷമാകുന്നതായ നാളുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്നാൽ ചില പ്രത്യേകമായ അവസരങ്ങളിൽ നമ്മുടെ സകല പ്രത്യാശയും പോകത്തക്ക രീതിയിലുള്ളതായ വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് വെളിപ്പെടുമ്പോൾ, അതെ, യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതായി തീരുകയാണ്. മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുകയാണ്. ദൈവവചനം അറിയാവുന്നവർ അതെ ഇത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ ജനത്തെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഈ പകലും പ്രഭാതവും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാകട്ടെ. ക്രിസ്തീയ പ്രത്യാശയുടെ വലിയ നിറവ് അവരുടെ മേൽ കർത്താവ് പകരണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.